എൽ ക്ലാസിക്കോ പോരാട്ടം തന്നെയാണ് ഇന്നലെ നടന്നത്. MS ധോണി മികച്ച ബാറ്റിംഗ് ആണ് പുറത്തെടുത്തത്. CSK ടീം അടിച്ചു തകർത്തു. അവസാന ഓവറിലെ ധോണിയുടെ 3 സിക്സാണ് ഇന്നലെ ട്രെൻഡിങ് ആയത്. അതും പാണ്ഡ്യയെ പോലെ ഒരു താരത്തിനെതിരെയാണ് MS ധോണി ഇങ്ങനെ കളിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ഇന്നലത്തെ CSKയുടെ വിജയം കണ്ട് ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. CSK അങ്ങനെ വീണ്ടും ജയിച്ചിരിക്കുകയാണ്. രോഹിത് ശർമ്മ സെഞ്ചുറി അടിച്ചിട്ടും മുംബൈ ടീമിന് കളി ജയിക്കാൻ സാധിച്ചില്ല. ഇന്നലത്തെ ധോണിയുടെ ബാറ്റിംഗ് കണ്ട് ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഈ 42-ാം വയസ്സിലും അവൻ ഫിറ്റാണ്. ധോണിയെ ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെടുക്കണം. അവൻ ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആകണം. ഇന്നലത്തെ ഒറ്റ മത്സരം മതി അവൻ്റെ ഫിറ്റ്നസ് എത്രയുണ്ടെന്ന് മനസ്സിലാക്കാൻ. ഇപ്പോഴത്തെ യുവതാരങ്ങൾ പോലും ഇങ്ങനെ കളിക്കാൻ ഭയപ്പെടും. കാരണം അവർക്ക് അതിനുള്ള സ്റ്റാമിന ഇല്ല. എന്നാൽ MS ധോണി ഈ പ്രായത്തിലും അങ്ങനെ കളിച്ചിരിക്കുകയാണ്. ധോണി വീണ്ടും ഇന്ത്യയുടെ ക്യാപ്റ്റനാകണം. വിരമിക്കൽ പിൻവലിച്ച് ധോണി തിരിച്ചു വരണം. ധോണിക്ക് ഇനിയും ഇന്ത്യൻ ടീമിൽ കളിക്കാനുള്ള ഫിറ്റ്നസ് ഉണ്ട്. കളി ജയിച്ച ചെന്നൈ ടീമിനെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നുവെന്ന് ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ വ്യക്തമാക്കി. എല്ലാവരും ഇപ്പോൾ ഒരേ സ്വരത്തിൽ പറയുന്നത് MS ധോണി തിരിച്ചു വരണമെന്നാണ്. ധോണി ഇന്ത്യൻ ടീമിലേക്ക് വന്നാൽ ഇന്ത്യ വീണ്ടും രക്ഷപ്പെടും. ധോണിക്ക് ശേഷം ഇന്ത്യക്ക് ഒരു കപ്പ് ലഭിച്ചിട്ടില്ല. പക്ഷേ ധോണി വിരമിച്ചതാണ്. ധോണി ഇനി ഇന്ത്യൻ ടീമിലേക്ക് വരില്ലെന്ന് നമുക്കറിയാം. പക്ഷേ ആരാധകരെ സ്നേഹം കൊണ്ടാണ് ധോണിയെ തിരിച്ചു വിളിക്കുന്നത്. അതുപോലത്തെ പ്രകടനമാണ് ധോണി ഇന്നലെ കാഴ്ചവെച്ചത്. സീനിയർ താരമായ പാണ്ഡ്യക്കെതിരെയാണ് 3 സിക്സ് ഇന്നലെ ധോണി പറത്തിയത്. ഇന്നലെ രോഹിത് ശർമ്മ സെഞ്ചുറി അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് യാതൊരു ഗുണവും ഉണ്ടായില്ല. മുംബൈ ഇന്ത്യൻസ് കളി തോറ്റു. രോഹിത് മാത്രമാണ് ഇന്നലെ ഫോമായത്. സൂര്യ ഡക്കിൽ പുറത്തായതാണ് മുംബൈക്ക് പണിയായത്. രോഹിത്തിന് കൂട്ടായിട്ട് ആരെങ്കിലും ഒന്ന് അടിച്ചു കളിച്ചുവെങ്കിൽ ഇന്നലെ മുംബൈ കളി ജയിച്ചേനെ. അപ്പോൾ MS ധോണി ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചു വരണമോ? ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.